Hi friends, welcome to my food diary. ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഈസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml വെള്ളം ചെറിയ ചൂടായിട്ട്, തിളപ്പിക്കരുത്, ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ക്യൂബ് ആയിട്ടുള്ള ഈസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇതായി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 1 ക്യൂബ് ഈസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഈ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവിലേക്ക് ഒരു 4 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മളിത് എത്രയും നല്ലതുപോലെ കുഴയ്ക്കുന്നോ അത്രയ്ക്ക് നല്ലതായിട്ട് വരും പിസ്സ. അതുകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിൽ വെക്കും? നമ്മൾ കുഴച്ചെടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ വലിയൊരു പാത്രം എടുക്കണമെന്ന്. ഇതിനകത്ത് നമ്മൾ ഒരല്പം ഒലിവ് ഓയിൽ തടവി കൊടുക്കണം ഈ 4 സൈഡിലുമായിട്ട്. അതപ്പം മാവ് പൊങ്ങി വരുമ്പം നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ 4 സൈഡിലും ഇതേപോലെ മാവ് ഒലിവ് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാവ് ഇതിനകത്ത് വയ്ക്കാം. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. നമ്മൾ പിസ്സയ്ക്ക് കുഴച്ച് വെച്ചിട്ട് ഇപ്പം 4 മണിക്കൂറായി. അത് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാവുണ്ട്. അപ്പം നമുക്കിത് റെഡിയാക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഓവനിൽ വെക്കാൻ പറ്റുന്നത് പോലെ ഒരു ട്രേ എടുത്തിട്ട് നല്ലതുപോലെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളെ മാവ് 2ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് നല്ലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലതുപോലെ പരത്തിയെടുക്കണം. നമ്മളിത് നല്ലതുപോലെ ഈ ട്രേക്കകത്ത് പരത്തിയെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം പിസ്സയുടെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിക്ക അരച്ചതാണ്. ഇത് തക്കാളിക്ക അരച്ച് സോസാക്കി അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് ഇതിനകത്തോട്ട് കുറച്ച്, ഒരുപാട് ഒഴിക്കണ്ട, ഇതേപോലെ നമ്മൾ ഈ തക്കാളിക്കയുടെ സോസിനകത്ത് ഒലിവ് ഓയിലും ഒരല്പം ഉപ്പും ചേർത്താണ് അത് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പം ആവശ്യത്തിനായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഓവനിലോട്ട് വയ്ക്കാം. ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 200 ഡിഗ്രിയിൽ. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു പകുതി വേവായതിനു ശേഷം നമ്മളിത് പുറത്തെടുക്കും. നമ്മളൊരു 10 മിനിറ്റിന് ശേഷം ഓവനിൽ നിന്നത് പുറത്തെടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയത് കാരണം ഒരല്പം ഒലിവ് ഓയിൽ അതിനകത്ത് ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ മൊസറേല ചീസ് ഇതേപോലെ ചെറിയ ഇതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്ത്
ഇട്ട് കൊടുക്കാം. ഇതുപോലെ മൊസറല്ല ചീസ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ഓവനിനകത്ത് വെക്കാം. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പം നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പിസ്സ ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ ഇറ്റാലിയൻ പിസ്സയാണ്. ഇതിൻ്റെ പേര് പിസ്സ മാർഗരീറ്റ എന്നാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ.